ജന്മങ്ങളായി ഭാഗം 76. ഭദ്ര, ഈ കവർ കൂടി എടുത്തു വെച്ചോ എന്ന് പറഞ്ഞ് ഒരു കവർ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് ബാഗിൽ വെച്ചോ, ഞാൻ ചോദിക്കുമ്പോൾ തരണം. എനിക്ക് അത്രയും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്, മിസ്സാകരുത്, സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു. ഇല്ല, ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അത് എടുത്തു വയ്ക്കുന്നത് നോക്കി സിദ്ധാർത്ഥ് അവിടെ നിന്നു. അവൾ എടുത്തു വെച്ച് ബാഗ് ലോക്ക് ചെയ്തു. എന്നാ കിടക്കാം, ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി, ഇനി ഉറക്കൊഴിക്കണ്ട. രാവിലെ തന്നെ സഞ്ജു വരുമ്പോൾ നീ കൂടെ പോയിക്കോ. ഞാൻ ചിലപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ഉടക്കും, അത് നീ കാര്യമാക്കാൻ നിൽക്കണ്ട. നമ്മൾ ഇനി ഡൽഹിയിൽ വെച്ച് കാണും. അവൻ വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു. ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും കിടക്കാനായി പോയി. രണ്ടുപേരും ബെഡിൽ കിടക്കുമ്പോൾ രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. രണ്ടുപേരും മുകളിലേക്ക് നോക്കിക്കിടന്നു. മഴയിൽ നനഞ്ഞതിൻ്റെ ക്ഷീണം കാരണം അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവൾ ഉറങ്ങിയെന്ന് കണ്ട് സിദ്ധു അവളുടെ അടുത്തേക്ക് കിടന്നു. അവളെയും ചേർത്ത് പിടിച്ചു. അവനും കിടന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് സിദ്ധു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴും ഭദ്ര നല്ല ഉറക്കമായിരുന്നു. അവൻ അവളെ എഴുന്നേൽപ്പിക്കാതെയാണ് മുകളിലെ നിലയിലെ അവൻ്റെ ജിമ്മിലേക്ക് പോയത്. അവൻ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഭദ്ര എഴുന്നേറ്റ് ഫ്രഷായിരുന്നു. ഭദ്ര, സഞ്ജു വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് അവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സിദ്ധു അവളോട് പറഞ്ഞു. എന്നെയും സഞ്ജുവേട്ടൻ വിളിച്ചിരുന്നു, ഭദ്ര പറഞ്ഞു. എന്നാ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, അവൻ വരുമ്പോൾ തന്നെ കൂടെ പോകാലോ. അപ്പോൾ സിദ്ധു പറഞ്ഞു. വേണ്ട, ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. വീട്ടിൽ അത്രയും പറഞ്ഞ് അവൾ നിർത്തി. വീട്ടിൽ അമ്മായിമ്മ ഉണ്ടാക്കി വെച്ചത് കഴിക്കാൻ വേണ്ടിയാണല്ലേ, അവൻ ചോദിച്ചു. ഞാനും അങ്ങോട്ട് വന്നിട്ട് പോകൂ, അതുകൊണ്ട് എനിക്കുള്ളതും കൂടി ബാക്കി വെച്ചേക്കണേ. നീ ആയതുകൊണ്ട് പ്രത്യേകം പറഞ്ഞതാണ്, സിദ്ധു പറഞ്ഞു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഞാൻ ബാക്കി വെക്കില്ല, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാ, ഞാൻ കഴിക്കും, അവൾ പറഞ്ഞു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലായിരുന്നു. അവൻ്റെ നോട്ടം അവളെ വല്ലാതെ വെപ്രാണത്തിലാക്കി. എന്താ, അവൾ അതേ വെപ്രാണത്തോടെ ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അവൻ ജിമ്മിൽ നിന്നും വർക്കൗട്ട് കഴിഞ്ഞ് വന്നത് കൊണ്ട് തന്നെ നന്നായി വിയർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ വിയർപ്പിൻ്റെയും അവൻ ഉപയോഗിക്കുന്ന സ്പ്രേയുടെയും സമ്മിശ്രമായ സ്മെല്ല് അവളെ വല്ലാത്തൊരവസ്ഥയിലേക്കാക്കി. മുഴുവനും കഴിച്ചോ, എനിക്ക് ഒന്നും തരണ്ട. അങ്ങനെ കഴിച്ചാലല്ലേ എൻ്റെ ഭദ്രക്കുട്ടിക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടാകൂ. എനിക്ക് ആവശ്യമുള്ളതാണ്, അവൻ പറഞ്ഞു. അവനത് പറയുമ്പോൾ പുരികം ചുളുക്കി അവൾ അവനെ നോക്കി. എന്താ, മനസ്സിലായില്ലേ? എന്നെ താങ്ങാൻ പറ്റൂ എന്ന്. ഈ ആരോഗ്യം വെച്ച് നീ ഒടിഞ്ഞു നുറങ്ങിപ്പോകും, അവൻ അവളെ കളിയാക്കി. എനിക്ക് നല്ല ആരോഗ്യമൊക്കെയുണ്ട്, അവൾ പറഞ്ഞു. അത് കേട്ട് അവൻ ചിരിച്ചു. എന്നുവെച്ചാ എന്നെ താങ്ങാനുള്ള ആരോഗ്യമുണ്ട് എന്നാണോ? ഇപ്പോഴും റെഡിയാണെന്നാണോ നീ ഉദ്ദേശിച്ചത്? അവൻ ചോദിച്ചു. ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൾ അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളി മാറ്റി. പിന്നെ ബെഡിൽ വച്ചിരുന്ന ബാഗിലേക്കെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്തു. എന്നാൽ ഞാൻ പോയി ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം സിദ്ധാർത്ഥ് ഫ്രഷ് ആവാനായി കയറി. അവൻ ഫ്രഷായി ഇറങ്ങിയതും അവനും വേഗം തന്നെ ഡ്രസ്സ് മാറി. അപ്പോൾ അവിടെ റൂമിൽ ഭദ്രയെ കണ്ടില്ല. താഴെ നിന്നും ആരുടെ സംസാരം കേൾക്കുന്നത് കണ്ടതും സഞ്ജു എത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ വേഗം റെഡിയായി അങ്ങോട്ട് ചെന്നു. താഴെ ചെല്ലുമ്പോൾ ഭാനുമതിയും അനിരുദ്ധും സഞ്ജുവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. അവൻ്റെ അടുത്ത് തന്നെ ഭദ്രയും ഇരിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ പെട്ടെന്ന് ഒരു ഡൽഹി യാത്ര? ഭാനുമതി ചോദിച്ചു. അത് ഭദ്രയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെയല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഭദ്രയുടെ വിവാഹമായതുകൊണ്ട് അങ്കിൾ ഇങ്ങോട്ട് വന്ന് കുറേ ലീവ് പോയി. അതുകൊണ്ട് ഇപ്പോഴെങ്ങും അങ്കിളിന് ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇവളുടെ കോളേജിൽ നിന്നും കുറച്ച് സർട്ടിഫിക്കറ്റുകളും മറ്റും കാര്യങ്ങളും വാങ്ങാനുണ്ട്, സഞ്ജു പറഞ്ഞു. അപ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങോട്ട് ഇറങ്ങി വന്നത്. ഞങ്ങൾ സിദ്ധുവിനെയും കൂടി കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചത്, സഞ്ജു പറഞ്ഞു. പിന്നെ നിങ്ങൾ പോകുന്നിടത്ത് വരാനിരിക്കുകയല്ലേ ഞാൻ, എനിക്ക് വേറെ പണിയുണ്ട്, പെട്ടെന്ന് തന്നെ സിദ്ധു പറഞ്ഞു. അല്ല, എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത്? സിദ്ധാർത്ഥ് സഞ്ജുവിനോട് ചോദിച്ചു. അത് മോനെ, സഞ്ജു ഭദ്രമോളെ കുറച്ച് ദിവസം കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അവർ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന്. ഭദ്രമോളുടെ അച്ഛനും അമ്മയും അവിടെയാണല്ലോ. മോളുടെ കല്യാണം ആയപ്പോൾ കുറേ ലീവ് എടുത്തത് കൊണ്ട്
ഇനി ഭദ്രമോളുടെ അച്ഛന് ഇപ്പോഴെങ്ങും അടുത്തിങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന്. മോൾക്ക് അതുകൊണ്ട് അച്ഛനെയൊക്കെ കാണണമെന്നുണ്ടാവില്ലേ? മോൾ പോയിട്ട് വരട്ടെ. അതുമാത്രമല്ല, കോളേജിൽ നിന്ന് എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയിട്ട് വരട്ടെ മോനെ, ഭാനുമതി സിദ്ധാർത്ഥിനോട് പറഞ്ഞു. അതിനെ ഇപ്പോൾ തന്നെ പോകണമെന്നെന്താ എത്ര നിർബന്ധം? കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ? അവൾക്ക് അച്ഛനെയും അമ്മയും കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ പോരെ? എന്തിനാ അങ്ങോട്ട് പോകുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോള് പോയിട്ട് വരട്ടെ. എന്തായാലും അവൾ ഇവിടെ നിൽക്കുന്നതും ഇല്ലാത്തതും നിനക്ക് ഒരുപോലെയാണല്ലോ. അനിരുദ്ധാണ് അത് പറഞ്ഞത്. അത് ശരിയാണ്, അവളിവിടെ നിൽക്കുന്നതും ഇല്ലാത്തതും എനിക്ക് കണക്കാണ്. എന്നാലും ഞാനിപ്പോൾ എൻ്റെ ബിസിനസ് കാര്യമായിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ അവൾ ഡൽഹിക്ക് പോകുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും അവൾ ഇവിടെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. മോനെവിടെ പോകുന്നു? ഭാനുമതി പെട്ടെന്ന് ചോദിച്ചു. അതെനിക്ക് ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു യാത്രയുണ്ട്. അത് ഒരു സ്ഥലത്തല്ല, 2-3 സ്ഥലങ്ങളിലായിട്ടാണ് പോകുന്നത്. ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞ് എത്തൂ, സിദ്ധാർത്ഥ് പറഞ്ഞു. മോനെ, അപ്പോൾ ആ വിഗ്രഹം? അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഭാനുമതി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതോർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആളുകളും അന്വേഷിക്കുന്നുണ്ട്, പോലീസ് ഓഫീസർമാരും അന്വേഷണം നടത്തുന്നുണ്ട്. ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഭദ്ര വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ഒരുപാട് വിലപിടിപ്പുള്ള വിഗ്രഹമാണല്ലേ പോയത്? സഞ്ജു ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. അതേ മോനെ, നല്ല വിലപിടിപ്പുള്ളതായിരുന്നു. അതും ഈ ക്ഷേത്രത്തിലെയാണ്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അവർ പറയുന്നത് കേട്ട് സഞ്ജുവും സിദ്ധുവും മനസ്സിൽ ചിരിക്കുകയായിരുന്നു. നീ കൂടി പോയാ അവർ പിന്നെ അന്വേഷിക്കുന്നത് ഇത്രയും ചൂട് കാണിക്കില്ല മോനെ, ഭാനുമതി സിദ്ധാർത്ഥിനോട് പറഞ്ഞു. അതൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൈലാസം തറവാട്ടിലെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ തട്ടിക്കളയില്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്തായാലും പോയിട്ട് കുറച്ചുനാൾ കഴിഞ്ഞേ വരൂ. എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് അവരറിയിച്ചോളും. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് തിരിഞ്ഞു നടക്കാൻ പോയതും, എടി, നീ എൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഞാൻ എവിടെ പോയാലും തിരിച്ച് ഇവിടെ തന്നെ വരും. ഞാൻ വരുന്നതിന് മുമ്പ് നീ ഇവിടെ ഉണ്ടാകണം, സിദ്ധാർത്ഥ് ഭദ്രയോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. മോൾ അതൊന്നും കാര്യമാക്കണ്ട, മോൾ പോയി ഡ്രസ്സെല്ലാം എടുത്ത് വയ്ക്ക്, അനിരുദ്ധ് പറഞ്ഞു. ഞാൻ എടുത്തു വച്ചിരുന്നു ഏട്ടാ, രാവിലെ സഞ്ജുവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭദ്ര പറഞ്ഞു. എന്നാ ചെല്ല്, മോളിനി സമയം വൈകിക്കണ്ട, പോയിട്ട് വാ. അപ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാകും, മുത്തശ്ശി പറഞ്ഞു. അതെല്ലാം ശരിയാകും, ശരിയാക്കാനല്ലേ നമ്മളെല്ലാവരും ഉള്ളത്, അല്ലേ മോളെ? സഞ്ജു ഭദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ ചെറുതായി ഒന്ന് തലയാട്ടി. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുവിൻ്റെ സാധനങ്ങളെല്ലാം സിദ്ധാർത്ഥ് ഒരു കവറിൽ എടുത്തു വയ്ക്കുന്നത് കണ്ടു. അയ്യോ, അതൊന്നും എടുക്കണ്ടെന്നാ സഞ്ജുവേട്ടൻ പറഞ്ഞത്. അവനുള്ള എല്ലാം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത്, ഭദ്ര പറഞ്ഞു. ഇവിടെ ഇരുന്ന് അത് വെറുതെ കളയണ്ട, അവനവിടെ കഴിച്ചോളും. ഇതിനെല്ലാം നല്ല വിലയല്ലേ, അവരെ അത് വാങ്ങാൻ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, സിദ്ധാർത്ഥ് പറഞ്ഞു. ചാച്ചനെല്ലാം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അന്ന് വാങ്ങിയത് ഇരിക്കുന്നുണ്ടെന്നും എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എടുക്കാഞ്ഞത്, അവൾ പറഞ്ഞു. പിന്നെ ഭദ്ര, ഞാൻ പറഞ്ഞത് മറക്കരുത്. ഭക്ഷണം സിദ്ധുവേട്ടനുള്ളത് വായിക്കണമെന്നല്ലേ? അത് ഞാൻ വെച്ചോളാം, അവൾ പറഞ്ഞു. എൻ്റെ പൊന്നു ഭദ്ര, നിനക്ക് അത് മാത്രമേ ഉള്ളൂ ചിന്ത? അവൻ ചോദിച്ചു. പിന്നെന്താ എന്നോട് മറക്കരുതെന്ന് പറഞ്ഞത്? ഞാൻ വീട്ടിൽ വന്നിട്ടേ പോകൂ. ഞാൻ ഇവിടെ നിന്നും എൻ്റെ പ്രൈവറ്റ് ജെറ്റിനായിരിക്കും ഡൽഹിയിലേക്ക് എത്തുന്നത്. പിന്നെ ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡൽഹിയിലെ എയർപോർട്ടിൽ എത്തിക്കോളാം. അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് പോകാം, സിദ്ധാർത്ഥ് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് വേഗം തന്നെ എല്ലാം പാക്ക് ചെയ്തു വെച്ച ബാഗുമായി അവൾ അവിടെ നിന്നും ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് ഭദ്രയെ സിദ്ധാർത്ഥ് ഒന്നുകൂടി പിടിച്ചു നിർത്തി. ഞാനില്ലാതെ പോകുന്നത് കൊണ്ട് വിഷമമുണ്ടോ നിനക്ക്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇല്ല, ഒരു വിഷമവും ഇല്ല എനിക്ക്. അവിടെ അഞ്ജലി ചേച്ചിയും ജിഷയും എല്ലാം ഇല്ലേ, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ കുറച്ച് വിഷമം തോന്നി. അത് ഒരു കുഞ്ഞു കുശുമ്പിൻ്റെ വിഷമമായിരുന്നു. അവൾക്ക് ഞാനില്ലെങ്കിലും അവർ മാത്രം മതി എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാനില്ലെങ്കിൽ അവൾ ഹാപ്പിയാണെന്നല്ലേ? അവൻ അവിടെ നിന്ന് ചിന്തിച്ചു. അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കോൾ സഞ്ജുവിൻ്റെ ആയിരുന്നു. എടാ, ഓവർ എക്സ്പ്രഷനൊന്നും കാണിക്കേണ്ട, വേഗം വരാൻ നോക്ക്, ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ നീ എന്തായാലും വെറുതെ വരില്ല എന്ന് എനിക്കറിയാം.
എന്തെങ്കിലും പണി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ചെയ്യാൻ, സഞ്ജു പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഭദ്ര അവിടെ എത്തിയിരുന്നു. എന്നാ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ അനിരുദ്ധിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ അനിരുദ്ധിൻ്റെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കി. അവൾക്കവിടെ ആത്മാർത്ഥമായിട്ട് യാത്ര പറയാൻ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് തോന്നി. അവൾ വണ്ടിയിൽ കയറി പോകുന്നതെല്ലാം സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൻ അല്പസമയം കൂടി അവൻ്റെ ഓഫീസ് കാര്യങ്ങളുമായിട്ട് ഇരുന്നു. അതിനുശേഷമാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിയത്. അവൻ താഴേക്ക് വരുമ്പോൾ അവിടെ ഭാനുമതിയും ഗായത്രിയും വിനീഷിൻ്റെ അമ്മ, ഗായത്രിയുടെ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അവൾ പോയി എന്ന് പറഞ്ഞു? അവൾ എന്തിനാ അങ്ങോട്ട് വിട്ടത്? വിനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ വേറൊരു സ്ഥലത്തേക്കും വിടരുതെന്ന്, പ്രത്യേകിച്ച് അവളുടെ വീട്ടിലേക്ക്. ഇവിടുത്തെ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ അവൾ ചിലപ്പോൾ ഇവിടെ നിന്ന് മുങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിനീഷ് വരുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവൻ്റെ സ്വഭാവം അറിയാലോ. അവളെ ഇവിടെ വിഷമിപ്പിച്ചു എന്നറിഞ്ഞാൽ എൻ്റെ മോനായതുകൊണ്ട് പറയല്ല, അവന് സഹിക്കില്ല. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല, വിനീഷിൻ്റെ അമ്മ പറഞ്ഞു. അവൻ ഒന്നും മിണ്ടാതെ ഇറങ്ങുകയാണ് എന്ന് മാത്രം പറഞ്ഞ് ഇറങ്ങാൻ പോയതും അവൻ്റെ അടുത്തേക്ക് ഗായത്രി ഓടി വന്നു. എവിടേക്കാണ് പോകുന്നത് എന്ന് സിദ്ധുവേട്ടൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, സിദ്ധുവേട്ടൻ ഈ യാത്രയെക്കുറിച്ചെങ്ങാനും ഭദ്ര കേൾക്കെ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ അവൾ അവളുടെ സഹോദരനെ വിളിച്ചു വരുത്തി ഇവിടെ നിന്ന് മുങ്ങിയത്? ഗായത്രി ചോദിച്ചു. എൻ്റെ യാത്രയെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നതിന് മുമ്പാണ് ഞാൻ പറഞ്ഞാണ് അവൾ പോലും അറിഞ്ഞത്. പിന്നെ ഈ യാത്രയെക്കുറിച്ച് സഞ്ജു എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വിടാൻ തയ്യാറായത്. പിന്നെ അവൾ പോയത് കൊണ്ട് നിനക്കെന്താ ബുദ്ധിമുട്ട്? സിദ്ധു ചോദിച്ചു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സിദ്ധുവേട്ടൻ ഇവിടെ നിന്ന് പോകുമ്പോഴെല്ലാം അവളിങ്ങനെ വീട്ടിലേക്ക് പോയാൽ അത് ശരിയല്ല എന്ന് തോന്നി. എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ എന്നറിയില്ലല്ലോ, അവൾ പറഞ്ഞു. എന്തായാലും അവൾ നിന്റെ അത്രം ചീപ്പാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് സിദ്ധു അവൻ്റെ കാറിലേക്ക് കയറി. അത് കേട്ടപ്പോൾ ഗായത്രിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും പോയിരുന്നു. ഗായത്രി തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ തന്നെ എല്ലാവരും ഉണ്ട്. രണ്ടുപേരും പോയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് എന്ന് പറഞ്ഞ് ഭാനുമതി വേഗം തന്നെ ഫോണെടുത്ത് വിജയമേനോനെ വിളിച്ചു. എന്തായി, അന്വേഷിച്ചോ? കിട്ടിയോ? എവിടെ നിന്നുള്ളവരാണെന്ന് അറിഞ്ഞോ എന്നെല്ലാം അവർ ചോദിച്ചു. ഇല്ല, അന്വേഷണം നടക്കുന്നുണ്ട്. ആ വഴിയിലൂടെ CCTV എല്ലാം നമ്മൾ പരിശോധിച്ചതാണ്. കാറ് സിദ്ധുവിൻ്റെ പോലത്തെ കാറാണ്, പക്ഷേ നമ്പർ അതല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആ ദിവസം സിദ്ധു ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാനത് അന്വേഷിച്ചു. അതുകൊണ്ട് തന്നെ ആ കാർ ആരുടെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ആ നമ്പർ നോട്ട് ചെയ്തപ്പോൾ അത് കന്യാകുമാരി രജിസ്ട്രേഷനിൽ ഉള്ളതാണെന്ന് തന്നെ മനസ്സിലായി. അവിടെയുള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. വേഗം വേണം, അറിയാലോ നാളെയാണ് അവർ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഭാനുമതി പറഞ്ഞു. അറിയാം ഭാനുമതി, നിന്നേക്കാൾ പേടി എനിക്കുണ്ട്. കാരണം അവരുടെ കയ്യിൽ നിന്നും നമ്മൾ അഡ്വാൻസ് വാങ്ങിയിരിക്കുന്നതാണ്. തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കില്ല. നമ്മൾ അതിൽ കൂടിയ വിലയ്ക്ക് മറ്റാർക്കെങ്കിലും വിൽക്കാനാണെന്ന് അവർ വിചാരിക്കും. അങ്ങനെ വന്നാൽ അവർ നമ്മളെ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞില്ലേ, ക്രിമിനൽസാണവർ. ഞാനതിൻ്റെ ടെൻഷനിലാണ്. ഞാൻ എന്തായാലും വിളിക്കാം എന്ന് പറഞ്ഞ് വിജയമേനോൻ ഫോൺ കട്ട് ചെയ്തു. അയാൾ ഫോൺ കട്ട് ചെയ്ത ഉടനെ അയാൾക്ക് മറ്റൊരു കോൾ വന്നു. അത് തേനിയിൽ നിന്നായിരുന്നു. അവിടെ നിന്നുള്ള വാർത്ത കേട്ടതും വിജയമേനോൻ തളർന്നു പോയി. ഒരു തളർച്ചയോടെ അയാൾ അവിടെ ഇരുന്നു. അപ്പോഴേക്കും അയാളുടെ മക്കൾ ഓടിയെത്തി. എന്തു പറ്റി അച്ഛാ? അവർ ചോദിച്ചു. തേനിയിൽ താമസിപ്പിച്ച ചന്ദ്രമേനോനും ഭാര്യയും രക്ഷപ്പെട്ടു എന്നും. അത് കേട്ടതും അയാളുടെ മക്കളും ഞെട്ടി. വിജയമേനോൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അച്ഛൻ്റെ അവസ്ഥ മനസ്സിലായതും അവർ വേഗം അച്ഛനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വിജയമേനോൻ വീട്ടിൽ വരുമ്പോൾ ഭാനുമതിയും ഗായത്രിയും ഹാളിലുണ്ടായിരുന്നു. തളർച്ചയോടെ അയാളെ പിടിച്ചുകൊണ്ടുവരുന്ന മക്കളെ കണ്ടതും ഭാനുമതി വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ പറ്റിയേ? ഭാനുമതി വേഗം വിജയമേനോൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ നിന്നു. വേഗം തന്നെ ഗായത്രി പോയി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം മാറാത്തതുപോലെ അയാൾക്ക് തോന്നി. കാര്യം പറയേ, നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാതെ. ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അതാണോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ഭാനുമതി ചോദിച്ചു. അതല്ല അമ്മേ, തേനിയിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടതും ഭാനു അവരുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി? ഭാര്യയും ഭർത്താവും ചത്തോ? ഭാനുമതി ചോദിച്ചു. അല്ല, അതല്ല. പിന്നെന്താ കാര്യം? ഭാനുമതി വിജയമേനോനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടുവെന്ന്. അത് കേട്ടതും ഭാനുമതി ഒന്ന് ഞെട്ടി. എന്താ?
എന്താ നിങ്ങൾ പറഞ്ഞത്? എപ്പോഴാണ് സംഭവിച്ചത്? ഭാനുമതി ചോദിച്ചു. അത് എപ്പോഴാണെന്ന് അവർക്കും അറിയില്ല. അവർ 2-3 ദിവസം കൂടിയാണ് ഭക്ഷണവും വെള്ളവും അവർക്ക് കൊടുക്കാറ്. ഇന്നവർ ഭക്ഷണവും വെള്ളവും കൊടുക്കാനായിട്ട് ചെന്നപ്പോഴാണ് അവിടെ അവരെ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായി എന്നാണ് അവർ രക്ഷപ്പെട്ടതെന്ന് അറിയാൻ പറ്റിയില്ല. അവർ ഉറപ്പായിട്ടും പറയുന്നു അവർക്ക് 2 പേർക്കും ഒറ്റയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്. ആരെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അത് കേട്ട് ഭാനുമതി ഞെട്ടി. ആരായിരിക്കും അവരെ രക്ഷപ്പെടുത്തിയത്? ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥല്ല. കാരണം സിദ്ധു ആ സമയത്തെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് എന്നാണ് അവരെ അവസാനമായി കണ്ടതെന്ന് ചോദിക്ക്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകാൻ ആരായിരിക്കും വന്നത്? ഭാനുമതി സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. അവർ തലമുടിയിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അവരുടെ അവസ്ഥ കണ്ട എല്ലാവർക്കും പേടി തോന്നി. ദേഷ്യവും സങ്കടവും വന്നാൽ ഭാനുമതിക്ക് മക്കളെന്നോ ഭർത്താവെന്നോ ഒരു ചിന്ത ഉണ്ടാകില്ല. എങ്ങനെ പ്രതികരിക്കും എന്നോ അറിയില്ല. എന്നാൽ ഭാനുമതി അവിടെ നിന്നും എഴുന്നേറ്റ് മിണ്ടാതെ റൂമിലേക്ക് പോയി. റൂമിൻ്റെ വാതിലടയുന്ന ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടി. അത്രയും ശബ്ദത്തോടു കൂടിയാണ് ആ വാതിൽ അടഞ്ഞത്. അത്രമാത്രം ടെൻഷൻ അവർക്കുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹായ്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ലെങ്ത് ഇത്തിരി കുറവാണ് കേട്ടോ. ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അറിയാലോ, ഒന്ന് ശനിയാണ്, പിള്ളേരുടെ കാര്യം അറിയാലോ, അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, തീരെ വയ്യ, ഒരു സുഖം തോന്നുന്നില്ല എനിക്ക്. എന്തായാലും സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.